തിയോളജി ഓഫ് ദി ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദ്രാവകം, ഒരു ലിക്വിഡ്, അത് ഒഴിച്ചു വെക്കുന്നത് എന്തോ അതിൻ്റെ രൂപം സ്വീകരിക്കുന്ന ഒന്നാണ്. പക്ഷെ ജെൻഡർ അല്ലെങ്കിൽ സെക്സ് അത് ഇങ്ങനെ രൂപമാറ്റം വരുത്തുന്നതോ മാറ്റം വരുത്താവുന്നതോ സ്വന്തമായിട്ട് തീരുമാനിക്കാവുന്ന ഒന്നോ അല്ല എന്ന സഭയുടെ വ്യക്തമായ ശക്തമായ പഠനങ്ങളിലൂടെയാണ് കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. സർ, ഇന്ന് പക്ഷെ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ടെസ, നമുക്ക് ഈ ഹോമോസെക്ഷുവാലിറ്റി, സെയിം സെക്സ് മാരേജ് എന്ന് നമ്മുടെ സെക്യുലർ കൾച്ചർ അതിനെ പറയുന്നു. ശരിക്കും അത് സെയിം സെക്സ് മാരേജ് അല്ല, സെയിം സെക്സ് യൂണിയൻ എന്ന് തന്നെ നമുക്ക് അഡ്രസ്സ് ചെയ്യാം. അപ്പം ഹോമോസെക്ഷുവാലിറ്റീസ്, ഈ സെയിം സെക്സ് അട്രാക്ഷൻ, സെയിം സെക്സ് യൂണിയൻ എന്നൊക്കെയുള്ള ആ ടോപ്പിക്കുകളൊക്കെ നമുക്ക് എടുത്തുനിന്ന് നമുക്ക് കുറച്ച് കട്ടി ടോപ്പിക് ഒക്കെയാണ് ഇന്നല്ലേ? അത് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്തും നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് ഓഡിയൻസിന് അതെനിക്ക് തോന്നുന്നു വളരെ വ്യക്തമായിട്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം വളരെയധികം കൺഫ്യൂഷൻ നമ്മുടെ ഇടയിലുണ്ട്. പലപ്പോഴും ഞാൻ പല ക്ലാസ്സുകളിലും ആളുകൾ കൺഫ്യൂസ് ആകുന്ന ഇതാണ് ട്രാൻസ്ജെൻഡറിസം, ഹോമോസെക്ഷുവാലിറ്റി, ജെൻഡർ ഐഡൻറ്റിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ വാക്കുകളും നമ്മൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ. ശരിയാ സർ. കാരണം ഞങ്ങൾ യൂത്തിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഹോമോസെക്ഷുവാലിറ്റി എന്താണ്, ട്രാൻസ്ജെൻഡറിസം എന്താണ്, സെയിം സെക്സ് യൂണിയൻ എന്താണ്. അപ്പം സാർ, ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇത് ഈ വേർഡ്സ് ഒക്കെ സെയിം ആണോ, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒന്ന് ക്ലിയർ ചെയ്യാവോ? ഷോൺ, നമ്മൾ ആക്ച്വലി നമ്മുടെ കഴിഞ്ഞ പല എപ്പിസോഡുകളിൽ നമ്മൾ സെക്സിനെ കുറിച്ച്, ജെൻഡറിനെ കുറിച്ച്, ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ വിവിധ രൂപങ്ങളൊക്കെ നമ്മൾ പറഞ്ഞപ്പോഴേ ട്രാൻസ്ജെൻഡറിസവും സെക്ഷൽ ഓറിയൻറ്റേഷനും അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റിയും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇനി ഈ ഷോൺ ചോദിച്ചതുകൊണ്ട് ഞാനത് ക്ലിയറായിട്ട് പറയുകയാണ്. ഇതെല്ലാം ഡിഫറെൻറ്റ് ഡെഫിനിഷനാണ് നമ്മുടെ സെക്യുലർ കൾച്ചർ, WHO അതുപോലെ തന്നെ നമ്മുടെ സെക്യുലർ കൾച്ചർ, ജെൻഡർ ഐഡിയോളജി പ്രചരിപ്പിക്കുന്ന ആളുകളും അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ട്രാൻസ്ജെൻഡറിസമൊക്കെ നമ്മൾ ഡീൽ ചെയ്തു. ജെൻഡർ ഡിസ്ഫോറിയയിൽ നിന്ന് എങ്ങനെയാണ് ഒരാൾ വേറൊരു ആയിരിക്കുന്ന ആ ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്ന് വേറൊരു ഐഡൻറ്റിറ്റി തേടുന്നത്, ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോഴേ നമ്മൾ വീണ്ടും ഈ സെയിം സെക്സ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു ചോദ്യം, ഇത് പലരും എന്നോട് ചോദിച്ച ചോദ്യമാണ്, അത് ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്. ഈ ഹോമോസെക്ഷുവാലിറ്റി അതൊരു ഇൻഡിവിജ്വലിൻ്റെ ചോയ്സ് ആണോ? ഞാൻ ഈ സെയിം സെക്സ് അട്രാക്ഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ ജെൻഡർ ഫ്ലൂയിഡിറ്റി ഇതൊന്നുമല്ല. അപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി, അതായത് ഈ സെയിം സെക്സിലേക്കുള്ള അട്രാക്ഷൻ. ഇപ്പം നമുക്ക് നാച്ചുറലായിട്ടൊരു ഓറിയൻറ്റേഷൻ ഉണ്ട്. എന്താണ് നമ്മുടെ നാച്ചുറൽ ഓറിയൻറ്റേഷൻ? ടു ദ ഓപ്പോസിറ്റ് സെക്സ്. അതാണ് നമുക്ക് നാച്ചുറലായിട്ട് നമ്മളിൽ ദൈവം തന്നിരിക്കുന്ന ആ വലിയ ഒരു കഴിവ്. അത് നമ്മൾ കണ്ടു. അത് സ്നേഹിക്കാനും ദൈവത്തിൻ്റെ പ്രൊക്രിയേഷനിൽ പങ്കുചേരാനും പരസ്പരം ജീവിതം പങ്കുവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൽ വിവാഹത്തിലൂടെ ഇവർ ഒന്നായി തീരുവാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിന് വിരുദ്ധമായിട്ട് ഒരേ സെക്സിലുള്ള ആളുകളോട് ഒരു വലിയ അട്രാക്ഷൻ, വലിയതെന്ന് പറഞ്ഞാൽ ഈ സാധാരണ നമുക്ക് ചിലത് ചോദിക്കാറുണ്ട്, എനിക്ക് എൻ്റെ സെയിം സെക്സ്, ഇപ്പോൾ ബോയ്സ് ആണ് ചോദിക്കും, ഞാൻ ബോയ്സിനോട് എനിക്കൊരു പ്രത്യേക അട്രാക്ഷനുണ്ട്, ഞാൻ ഹോമോസെക്ഷൽ ആണോ? ഇങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങൾ ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പം ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ഇത് പറയുന്ന വളരെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു അട്രാക്ഷൻ. കാരണം നാച്ചുറലി നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോടും അതുപോലെ നമ്മുടെ സെയിം സെക്സിലുള്ളവരോടും ഒരു നാച്ചുറലായിട്ടുള്ള ഒരു അട്രാക്ഷനുണ്ട്. അതിനെക്കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്. കാരണം ആ ഒരു അട്രാക്ഷൻ അത് പല വിധത്തിൽ നമ്മളെ ബന്ധങ്ങൾ ഉറപ്പിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ലൈഫിന് കുറേ നമുക്ക് സഹായകമാണ്. അതില്ല എങ്കിൽ നമുക്ക് ആളുകളുമായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാനോ ഒരു കമ്മ്യൂണിറ്റി ആസ്പെക്റ്റ്, നമ്മൾ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിൽ പറഞ്ഞു,
വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മൾ ദൈവവുമായിട്ട് കമ്മ്യൂണിയൻ, അതോടൊപ്പം തന്നെ മനുഷ്യരുമായിട്ട് കമ്മ്യൂണിയൻ, അത് നമ്മുടെ ഒരു നേച്ചറിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവാണ്. അല്ലാതെ നമ്മൾ കേട്ടിട്ടില്ലേ, മാൻ ഈസ് നോട്ട് ആൻ ഐലൻഡ്. നമ്മൾ അങ്ങനെയല്ല നമ്മുടെ ജീവിതം. നമ്മൾ സോഷ്യൽ ബീയിങ് എന്ന് പറയുമ്പോൾ തന്നെ ഈ കമ്മ്യൂണിറ്റി ആസ്പെക്റ്റ് ആണ് അതിൽ കൂടുതൽ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നാച്ചുറൽ അട്രാക്ഷൻ അല്ല, അത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനും നമുക്ക് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്കും വേണ്ടി ദൈവം തന്നിരിക്കുന്ന. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവായിട്ടുള്ള വളരെ ഫേമായിട്ടുള്ള ഡിസയർ. അതോടൊപ്പം തന്നെ ഒരു പക്ഷേ അവരിൽ എല്ലാവർക്കും വേണമെന്നില്ല, ചിലർക്കൊക്കെ അല്ലെങ്കിൽ മജോറിറ്റി ആളുകൾക്ക് ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷൻ കുറവുമായിരിക്കും. അപ്പോൾ അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ സെയിം സെക്സ് അട്രാക്ഷൻ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ അട്രാക്ഷൻ സെയിം സെക്സിലുള്ളവരോട് തോന്നുന്നത്, ഞാനും ഹോമോസെക്ഷൽ ആണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഉടനെ നിങ്ങളെ തന്നെ ലേബൽ ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മൾ സെക്ഷൽ റെവല്യൂഷനിൽ ആൽഫ്രഡ് കിൻസി എന്ത് വലിയ ഇൻഫ്ലുവൻസ് ആണ് ജെൻഡർ ഐഡിയോളജിയിൽ അല്ലെ ഹോമോസെക്ഷുവാലിറ്റിയിൽ വരുത്തിയത് എന്ന ഭാഗത്തിൽ, എന്ന എപ്പിസോഡിൽ നമ്മൾ പറയുന്നുണ്ട്. കാരണം ആൽഫ്രഡ് കിൻസി 1948 അദ്ദേഹത്തിൻ്റെ ആ ഒരു റിസർച്ച് പേപ്പറിൽ അദ്ദേഹം എഴുതിയത് അമേരിക്കയിലെ 10 to 35% ആളുകൾ ഹോമോസെക്ഷൽസ് ആണ്, 95% ആളുകൾ പിന്നെ പ്രീ മാരിറ്റൽ സെക്സ് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അതൊരു റോങ് ഡേറ്റ ആണ് എന്ന് പിന്നീട് തെളിഞ്ഞു. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഈ രീതിയിൽ ഒരു ചെറിയ ഒരു ഇത് തോന്നിയാലും അവരെ തന്നെ ക്ലാസിഫൈ ചെയ്ത് ആ ഒരു കാറ്റഗറിയിലേക്ക് അങ്ങ് പെടുത്തി. ഞാൻ ഹോമോസെക്ഷലാണ്, എന്നെ ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതും നമ്മൾ വേറൊരു ചോദ്യം ചോദിക്കേണ്ടതാണ്, ഒരാൾ ഹോമോസെക്ഷലായിട്ട് ജനിക്കുമോ? ഈസ് ഇറ്റ് ജനറ്റിക്? അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ പലപ്പോഴും നമ്മളുടെ മുമ്പിൽ വരാറുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ എങ്കിൽ പലതരത്തിലുള്ള ഉത്തരങ്ങളാണ് ഇതിനുള്ളത്. ഇപ്പോൾ ഹോമോസെക്ഷൽ അട്രാക്ഷൻ അല്ലെങ്കിൽ സെയിം സെക്സ് അട്രാക്ഷൻ ഉള്ള ആളുകളും അവരുടെ ഏജൻസികളും എല്ലാം അവരെ കള്ളത്തരം പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന ഇതാണ്, നിങ്ങൾ ഇങ്ങനെയാണ് ജനിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ജീൻസ് ഒരു ഹോമോസെക്ഷൽ ജീൻസാണ്. പക്ഷേ സയൻസ് ഒരിക്കലും ഇതുവരെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ഹോമോസെക്ഷൽ അട്രാക്ഷൻ ഉള്ള സയൻറ്റിസ്റ്റ് വരെ ഇതിൽ ഇൻവോൾവ് ആയിട്ട് പല കാലഘട്ടങ്ങളിൽ ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. പക്ഷെ ആരും ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടില്ല, ഞങ്ങളൊരു ജീൻ, അതായത് ഒരു ജനറ്റിക്കലി ഹോമോസെക്ഷൽ എന്ന് പറയുന്ന ഒരു ജീൻ നമുക്ക് കാണാൻ പറ്റിയെന്ന്. അപ്പോൾ അവർ ആ അറ്റത്ത് വരെ വന്നിട്ട് അവർ പറയുന്നു, കുഡ് ബി, മേ ബി, ബട്ട് വി ആർ നോട്ട് ഷുവർ, വി ഡിഡ്ന്റ് ഫൈൻഡ് എനിത്തിങ്. തോന്നുന്നു ഒരു കള്ളം ഒന്നിലധികം തവണ പറഞ്ഞ് അവരെ അത് സത്യമാണെന്ന്, വെൻ എ ലൈ ഇസ് ടോൾഡ് മോർ ദാൻ ട്വൈസ്, അത് നമ്മുടെ തലയിലേക്ക് അങ്ങ് ഇൻജക്ട് ചെയ്യുകയാണെന്നുള്ളത്. അതെല്ലാം അങ്ങനെയാണ്. ജെൻഡർ ഐഡിയോളജിയുടെയും ജോൺ മണി ആദ്യമായിട്ട് 1955-56 അദ്ദേഹത്തിൻ്റെ പേപ്പറിൽ ആദ്യമായിട്ട് ജെൻഡർ റോള്, അതായത് നമുക്ക് സോഷ്യലി ജെൻഡർ കൺസ്ട്രക്റ്റ് ചെയ്യാം, എങ്ങനെ ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തുന്നു അതുപോലെ ആ കുഞ്ഞായിത്തീരും, അതിൻ്റെ ബയോളജിക്കൽ സെക്സ് ഒരു റീസൺ അല്ല എന്നുള്ള ഒരു വലിയൊരു പ്രബന്ധം അവതരിപ്പിച്ചപ്പോൾ അത് തെറ്റാണെന്ന് അവരെ ആ ഏജിലുള്ള സയൻറ്റിസ്റ്റുകൾ വരെ പ്രൂവ് ചെയ്ത് പറഞ്ഞു. പക്ഷേ എന്നിട്ടും പലപ്പോഴും നമുക്ക് ഈ സത്യം കേൾക്കാൻ നമുക്കൊരു സുഖം തോന്നാറില്ല. അപ്പം ഇത് നമുക്ക് ഒരു ലൈ ആണ് എപ്പോഴും നമുക്ക് അട്രാക്റ്റീവായിട്ടുള്ളത്, നമുക്ക് കാരണം അതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്താഗതി, അതാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, അതാണ് ഏറ്റവും കാര്യം എന്നുള്ള രീതിയിലാണ് ആളുകൾ അതിൻ്റെ പിന്നാലെ പോകുന്നത്. അത് അന്നു മാത്രമല്ല ഇന്നും. നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ ഐഡിയോളജി കൊണ്ടുപോവാ, നിങ്ങളുടെ പുറകെ ഇഷ്ടം പോലെ, പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയും കൂടി ഇത്രയും ആക്റ്റീവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകളെ ഇഷ്ടം പോലെ ഫോളോവേഴ്സിനെ കിട്ടും. അപ്പോൾ ആളുകൾ അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ ഒരു ഗെയിനിന് വേണ്ടിയിട്ടൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ആൽഫ്രഡ് കിൻസിക്കും സംഭവിച്ച ഇതാണ്, അദ്ദേഹം പിന്നീട് തെളിഞ്ഞു, അവരുടെ സഹപ്രവർത്തകരും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സൈക്കോളജിസ്റ്റ്, ഡോക്ടേഴ്സൊക്കെ അവർ സർവേ നടത്തി. അപ്പം
ഇത് കള്ളത്തരമായിരുന്നു എന്ന് തെളിഞ്ഞു. അതായത് ഈ ഈ ഈ ആൽഫ്രഡ് കിൻസി സർവേക്ക് എടുത്തിരുന്ന 5,000 ആളുകൾ, 5,000 ആളുകളിൽ ഏതാണ്ട് ഒരു 1,500-നും മേലെയുള്ള ആളുകൾ ക്രിമിനൽസ്, അതായത് സെക്ഷൽ അസോൾട്ടിന് ശിക്ഷിക്കപ്പെട്ടവർ, ആ തരത്തിലുള്ള ആളുകളെ ആയിരുന്നു ഇയാൾ സർവേയുടെ സാമ്പിൾ എടുത്തത്. അപ്പം നോക്കിക്കോണം, അത് തന്നെ മോർ ദാൻ എത്രയാണ് 15 or 20% ആയി. അപ്പോൾ അത് തീർച്ചയായിട്ടും അവർ ക്രിമിനൽ കുറ്റം ചുമത്തിയവരെ വരെയുണ്ട് ഈ സെക്ഷൽ ക്രൈംസിന്. അതും അതുപോലെ തന്നെ അത് അവർക്ക് മനസ്സിലാക്കിയിട്ട് അവർ പറഞ്ഞു അതിനകത്തിൽ ഈ സാമ്പിളിങ് ചെയ്ത അവർ ഏത് സർവേയും നമ്മൾ ഒരു സാമ്പിൾ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്, അത് മജോറിറ്റി ആളുകൾ ഇതായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നാച്ചുറലി അവരിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. അപ്പൊ അതിനെ മറികടന്നുകൊണ്ട് പിന്നീട് അമേരിക്കയിലെ CDC, അവിടുത്തെ ഡിസീസ് കൺട്രോളിങ് ഏജൻസി, അത് പറഞ്ഞു കൂടിപ്പോയ അമേരിക്കയിൽ ഒരു 1 to 2% ആളുകളൊക്കെ ഹോമോസെക്ഷലായിട്ടുള്ളൂ എന്ന്. അത് ഒഫീഷ്യൽ ഗവൺമെൻറ് തന്നെ അവസാനം അത് പറഞ്ഞു. അപ്പം ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോഴത്തേനും നമ്മൾ ഹോമോസെക്ഷൽ ആണ് എന്ന് ഒന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോഴേ നിങ്ങൾക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഇവരുടെ തന്നെ ഒരുപാട് പ്രത്യേക ഗ്രൂപ്പുകളുണ്ട്, വെബ്സൈറ്റുകളുണ്ട്, കമ്മ്യൂണിറ്റീസ് ഒരുപാടുണ്ട്. അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ് എവിടെയാണ് ആരാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കറിയാമല്ലോ, ഗൂഗിൾ നോസ് വാട്ട് വി ആർ തിങ്കിങ്, ഗൂഗിൾ നോസ് വാട്ട് വി ആർ ഡൂയിങ്, ഗൂഗിൾ നോസ് വെയർ വി ആർ ഗോയിങ്. ഇത് ഒരു രീതിയിൽ സത്യമാണ്. നമ്മളിപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI എന്നൊക്കെ പറയുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ടതൊക്കെ ആയിരിക്കും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണ്ട. നമ്മളിപ്പം ഇത് വോയിസ് റെക്കഗ്നീഷൻ ഉണ്ടല്ലോ ഫോണിനൊക്കെ തന്നെ, നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നീട് നമുക്ക് ഫീഡിലൊക്കെ കയറി വരുന്നത്. അത് ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ, അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിനെ അങ്ങനെ ആക്കി നമ്മൾ അതിനെ ഫോളോ ചെയ്ത് ഈ ഒരു ലോകം അതുപോലെ ഡെവലപ്ഡ് ആയി പോയി. നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമ്മുടെ മുൻപിൽ എത്തുന്ന ഒരു അവസ്ഥയിലേക്ക്. ടെക്നോളജി റെവല്യൂഷൻ, അത് ശരിക്കും നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. നമുക്ക് സമയം കിട്ടുകയാണ് ടെക്നോളജി റെവല്യൂഷനെ കുറിച്ചും ജെൻഡർ ഐഡിയോളജിയുടെ കണക്ഷനും ഒക്കെ നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ വി വിൽ ട്രൈ. പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇങ്ങനെ ഒരു കാറ്റഗറി, ഇത് ഇങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഡോക്ട്രിനേഷൻ മൂലം ഒരുപാട് ആളുകൾ ഹോമോസെക്ഷൽ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. അതൊരു വലിയ ഒരു ഇന്നത്തെ നമ്മുടെ ഈ ജെൻഡർ ഐഡിയോളജിയുടെ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഇതിനകത്തുള്ള ഡേഞ്ചർ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റികൾക്ക് അവർക്കൊരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അവരുടേതായ രീതിയിലുള്ള കോൺവെർസേഷൻസും കാര്യങ്ങളും ഫോളോ അപ്സും സപ്പോർട്ടും കൗൺസിലിങ്ങും അതില്ലാത്തവർ പോലും പിന്നെ അതിലേക്ക് വീണുപോകും. സാറ് പറഞ്ഞ പോലെ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞത് ഒരിക്കലും നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു സ്വഭാവമല്ല. അത് പക്ഷേ നമ്മുടെ കാലാന്തരങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒന്നാണ്. അല്ലെങ്കിൽ മറ്റു പല ഗ്രൂപ്പുകളിലൂടെ അല്ലെങ്കിൽ മറ്റു പല ആൾക്കാരിലൂടെയും നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാധനമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ നമ്മളെ ഒരുപാട് ബാധിക്കുന്നുണ്ടല്ലോ. നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളെ, സോഷ്യൽ മീഡിയ, ഇതൊക്കെ ഒരുപാട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സാർ, ഇപ്പം പണ്ട് ഹോസ്റ്റലുകളിലൊക്കെ ഇത്തരം ഇത് കൂടുതലുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് പലപ്പോഴും. അപ്പം എനിക്ക് തോന്നുന്നത്, ഞാനൊരു സംശയം ചോദിക്കുന്ന, ഈ ഒരു സെക്ഷൽ പ്ലഷറുകൾ കൂടുതൽ താല്പര്യമുള്ള ഹോർമോണൽ ഇംബാലൻസുകളുള്ള ആൾക്കാർ ഒരു ഇമ്മീഡിയറ്റ് ഒരു ഇതിന് കൂടെ സെയിം സെക്സിലുള്ള ആൾക്കാരെ ചൂസ് ചെയ്തിരിക്കാം. അപ്പം അതുകൊണ്ടൊക്കെ അത് ഡെവലപ്പ് ചെയ്തങ്ങ് പോയെന്നേ ഉണ്ടാവുള്ളല്ലോ ചിലപ്പം, ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം. ഇത് ശരിക്കും അങ്ങനെയുള്ളവർ യഥാർത്ഥത്തിൽ ഈ സെയിം സെക്സിനോട് അട്രാക്ഷനുള്ള ആളുകളുണ്ട്. അതില്ലെന്ന് നമ്മൾ ഡിനേ ചെയ്യുന്നില്ല. കത്തോലിക്ക സഭയും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദർ ആർ പീപ്പിൾ ഹു ആർ സഫറിങ് ലൈക്ക് ദിസ്. ഇപ്പം ജെൻഡർ ഡിസ്ഫോറിയയുടെ കാര്യം പറഞ്ഞതുപോലെ
സെയിം സെക്സിൽ അട്രാക്ഷൻ ഉള്ള ആളുകളെ. പക്ഷേ അതിൻ്റെ സൈക്കോളജിക്കൽ ജെനസിസ് ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഒരുപാട് ഹൈപ്പോത്തറ്റിക്കൽ തിയറീസ് സൈക്കോളജിസ്റ്റ് പല കാരണങ്ങളും പറയുന്നുണ്ട്. ആരും ഇതുകൊണ്ടല്ല ജനിക്കുന്നത്, പക്ഷേ ഇവർ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന ചില പ്രത്യേകമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർ ഡെവലപ്പ് ചെയ്യുന്നതാണിത്. അപ്പോൾ അതിനൊരുപാട് എക്സാമ്പിൾസ് സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആരും ഒരു കൺക്ലൂസീവ് തിയറിയിലേക്ക് ഇനി എത്തിയിട്ടില്ല. അപ്പോൾ കത്തോലിക്ക സഭയും നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഇതാണ്, വി ഡോണ്ട് നോ ദ സൈക്കോളജിക്കൽ ജെനസിസ്. എന്താണ് ഇതിൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണമെന്ന് നമുക്കറിയത്തില്ല, സയൻസിനും അറിയത്തില്ല. വി ആർ ട്രൈങ് ടു ഫിഗർ ഔട്ട്. ബട്ട് ഇങ്ങനെയുള്ള ആളുകളുണ്ട്, അത് നമ്മൾ സമ്മതിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ സഭയുടെ ഒരു കാഴ്ചപ്പാട് അതിനെക്കുറിച്ച്. അപ്പോൾ ഈ സൈക്കോളജിക്കൽ ജെനസിസ് പലരും പല രീതിയിൽ പറയുന്നു. ഇപ്പം ടെസ ചോദിച്ചതുപോലെ ഹോസ്റ്റലുകൾ, ഇപ്പം പഴയ കാലങ്ങളിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റലാണേലും ആൺകുട്ടികളുടെ ഹോസ്റ്റലാണേലും വളരെ സ്ട്രിക്റ്റായിട്ടാണ്, പ്രത്യേകിച്ച് ഈ കൗമാരപ്രായത്തിലൊക്കെ വരുന്ന പിള്ളേരെ വളരെ സ്ട്രിക്റ്റായിട്ട് അന്ന് കൂടുതലും ഓപ്പോസിറ്റ് സെക്സ് അവരുമായിട്ട്, ഇപ്പം നമുക്ക് ഇങ്ങനെ കമ്പൈൻ ഇല്ലാത്ത സ്കൂളുകളും കോളേജുകളും ആയിരുന്നു പണ്ട് കൂടുതലും ഉണ്ടായിരുന്നത്. ആൺകുട്ടികൾ വേറെ പെൺകുട്ടികൾ വേറെ. അപ്പോൾ അങ്ങനെ എന്ത് പറ്റും, അന്ന് ഇങ്ങനെ ഈ ഹോസ്റ്റലുകളിൽ ഇവർക്ക് നാച്ചുറലായിട്ടൊരു ടെൻഡൻസി ഉണ്ട് ഓപ്പോസിറ്റ് സെക്സിനോട്, ആണായാലും പെണ്ണായാലും. പക്ഷെ അത് ഒരിക്കലും അവർക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരവസരം ഉണ്ടായിട്ടില്ല. കാരണം ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കാണാനുള്ള അവസരമില്ല. അവര് പുറത്തു പോയാലും വളരെ സ്ട്രിക്റ്റ് റൂൾസാണ്. ഇത് സൈക്കോളജിക്കൽ അനാലിസിസിൽ ചിലർ പറയുന്നതാണ്. ഇറ്റ് നീഡ് നോട്ട് ബി ട്രൂ. ഇതിപ്പോൾ ജനറലായിട്ട് ഇതുകൊണ്ടാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. കുഡ് ബി വൺ ഓഫ് ദ റീസൺസ് ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നെന്നുള്ളത്. ഹോസ്റ്റലിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ചാൻസ് ഇല്ല. അപ്പോൾ ചില കുട്ടികൾക്ക് വീട്ടിൽ അവരുടെ സിബ്ലിങ്സിൽ ഫീമെയിൽ കാണത്തില്ല, ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ വെക്കേഷന് വരുമ്പോഴും അവർക്ക് അങ്ങനെ ഒരു ചാൻസ് ഇല്ല. അപ്പോൾ ഇവർ വളർന്നു വരുന്ന പ്രായത്തിൽ ഇവർക്ക് ഇങ്ങനെ ഒരു എംപ്റ്റിനെസ് സൈക്കോളജിക്കലി അവർക്ക് ഫീൽ ചെയ്യുന്നു. ദേ ഡോണ്ട് ഫീൽ. കാരണം അവർക്ക് അതിനോടൊരു താല്പര്യം തോന്നാൻ അതിനുള്ളൊരു അവസരങ്ങളൊന്നും അവർക്കുണ്ടാകുന്നില്ല. ഇപ്പം നമ്മളെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രത്യേകമായിട്ട് പറഞ്ഞു, നമ്മൾ ഈ സെൻഷ്വാലിറ്റിന്ന്, അതിനെക്കുറിച്ച് ഞാൻ എപ്പിസോഡ് എടുത്തില്ലെങ്കിലും ഞാനത് ക്ലിയറായിട്ട് പറയുകയാണ്. ഇപ്പോൾ ഒരു ആണിന് അല്ലെ പെണ്ണിന് അവർ പരസ്പരം കാണുമ്പോൾ നാച്ചുറലായിട്ടൊരു സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതൊന്നും ഇവിടെ ഉണ്ടാകാൻ അവർക്ക് ചാൻസ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഉള്ള ഏക ചാൻസ് എന്താണ്, ഒരേ മുറിയിൽ കഴിയുന്ന ആളുകളുമായിട്ട് അവർ ഈ കാര്യങ്ങൾ സംസാരിക്കാനും പിന്നെ ടച്ചിലൂടെയും ഗ്രാജുവലി ദേ സീക്ക് പ്ലഷർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹാബിറ്റിലേക്ക് കുറച്ച് നാളങ്ങ് പോയി കഴിയുമ്പോൾ ദേ ഗോട്ട് കണ്ടീഷൻഡ്. അങ്ങനെ ഒരു കണ്ടീഷനിലായി എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ഇതൊരു സുഖം കിട്ടാൻ തുടങ്ങി. അവരെ കാണുമ്പോൾ പിന്നെ വലിയ അട്രാക്ഷൻ തുടങ്ങി, അല്ലെങ്കിൽ അവരെ കാണാതെ ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. സ്ലോലി ഇത് ഡെവലപ്പ് ചെയ്ത് ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കാൻ പറ്റും. അപ്പം നോക്കിക്കോണം, ഇതെല്ലാം സാഹചര്യങ്ങളാണ് കൂടുതലും ഇതിനുള്ള ഒരു കോസ് പറയുന്നത്. അല്ലാതെ ഒരു കുഞ്ഞ് ജനിക്കുമ്പം തന്നെ ഹോമോസെക്ഷൽ കൊച്ച് അല്ലെങ്കിൽ ഹീട്രോസെക്ഷൽ കുഞ്ഞ് ഇങ്ങനൊന്നും ഒന്നും ഇല്ല. പണ്ടൊക്കെ കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കുറച്ച് നാൾ മുമ്പ് വരെയെങ്കിലും ഒരു അഫെയർ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഒരു അഫെയർ ഉണ്ടായിരുന്ന പയ്യനാണെങ്കിൽ വേണ്ട എന്നൊക്കെ. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് മാറി. അഫെയർ ഉണ്ടോ, സമാധാനം, ഹോമോസെക്ഷൽ അല്ല എന്നുള്ളൊരു അങ്ങനെ ഒരു തോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ സത്യമാ. അതുപോലെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ന് പണ്ടൊക്കെ പെൺകുട്ടികളാണ് അവർ പുറത്ത് തന്നെ ഇറങ്ങി നടന്നാൽ അവർ സേഫ് അല്ല, പേരൻസ് വളരെ ഓവർ പ്രൊട്ടക്റ്റീവാണ്, ഓവർ കോൺഷ്യസ് ആണ്. അതും പ്രത്യേകിച്ച് ചില സമയങ്ങൾ, ചില സ്ഥലങ്ങൾ, ഇതൊക്കെ അത് ഇന്ന് ആ റിസ്ക് ഇല്ലെന്നുള്ളതല്ല പറയുന്നത്. പണ്ടും അതായിരുന്നു ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടിരുന്നത്. ഇന്ന് പല പേരൻസും പല സിറ്റികളിലും അവർ പറയുന്നത്, ഞങ്ങൾക്ക് പെൺകുട്ടികളെക്കാട്ടി കൂടുതൽ ആൺകുട്ടികളെ ഒറ്റയ്ക്ക് വിടാൻ പേടിയാണ്. അത് പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാലത്തിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ മാറി വരിക.
അപ്പോൾ ഇങ്ങനെ ടെൻഡൻസി ഉള്ളവരെ ഇവരെ ഏതെങ്കിലും തരത്തിൽ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും അബ്യൂസ് ചെയ്യാനും ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഇവർ ഈ വളർന്നു വരുന്ന ആ പ്രായത്തിലൊക്കെ ഇവരെ അബ്യൂസ് ചെയ്യാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഞാനിത് ഒരു സാധ്യതയെക്കുറിച്ചാണ് പറഞ്ഞത്, ഇങ്ങനെ എല്ലായിടവും നടക്കുന്നെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് പലരുടെയും ഷെയറിങ്ങിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അങ്ങനെ പല പേരൻസും വളരെ ചെറുപ്പത്തിലെ ഒരു അബ്യൂസ് കാരണവും ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ തോട്ട് വന്ന ആൾക്കാരും ഈ ഹോമോസെക്ഷുവാലിറ്റിയിലേക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ പിന്നിൽ ഒരുപാട് സൈക്കോളജിക്കൽ തിയറി ഇങ്ങനെയുണ്ട്. ഇപ്പൊ ഇത് പറഞ്ഞ പോലെ സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഓക്കെ, ഇപ്പം പെൺകുട്ടി സെക്ഷലി അബ്യൂസ്ഡ് ആയി, ഓക്കെ, ഒരു പുരുഷനിൽ നിന്ന് സെക്ഷലി അബ്യൂസ്ഡ് ആയി, അവൾ വളർന്നു വരുന്ന അല്ലെ കുഞ്ഞായിരിക്കുന്ന പ്രായത്തിൽ അവൾക്ക് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ തന്നെ അബ്യൂസ്ഡ് ആയി. അത് വളർന്നു വരും. അപ്പം ഇതെല്ലാം അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കും. ഇത് ഒരിക്കലും മറന്നു പോകത്തില്ല. വളർന്നു വരുന്ന സെക്സിനെ കുറിച്ചും സെക്ഷുവാലിറ്റിയെക്കുറിച്ചും ബോഡിയെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേങ്കിൽ ടീനേജ് അല്ലെ പ്യൂബർട്ടി സ്റ്റേജിലൊക്കെ ഇത് മനസ്സിലാകുമ്പോൾ മറ്റേത് ഫ്ലാഷ് ബാക്ക് വരും. ഓ, അന്ന് തന്നെ ഇങ്ങനെയായിരുന്നല്ലോ ചെയ്തത്. അപ്പോഴാണ് ഹീലിംഗ് അല്ലെ ഇന്നർ വൂൺസിൻ്റെ ഒക്കെ ഡെപ്ത് കൂടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ജെൻഡറിസത്തിൽ അമേരിക്കൻ പെഡിയാട്രീഷ്യൻ ഡോക്ടർ പറഞ്ഞതുപോലെ അങ്ങനെയുള്ളപ്പോൾ അവർ ചിന്തിക്കുന്നു, ഐ എം നോട്ട് സേഫ് ഓർ ഐ ഹേറ്റ് മാൻ. പുരുഷന്മാരെ എനിക്കിഷ്ടമില്ല, ഞാൻ അവരുമായിട്ട്, കാരണം അവർ എന്നെ ചതിച്ചവരാ, എന്നെ അബ്യൂസ് ചെയ്തവരാ. അപ്പോൾ പിന്നെ അവർക്ക് നാച്ചുറലി ദേ ഡെവലപ്പ് അൻ ഇൻക്ലിനേഷൻ ടുവേഴ്സ് ദ സെയിം സെക്സ്. അവർ മറ്റുള്ളവരുമായിട്ട് അധികം ഇടപെടാനും ഒന്നും താല്പര്യമില്ല. അത് ഗ്രാജുവലി ഈ പറയുന്ന ഒരു സെയിം സെക്സ് അട്രാക്ഷനായിട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. എനിക്കൊന്ന് ഒത്തിരി കാരണങ്ങളും ഇതിനെക്കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങളും എന്തുകൊണ്ടാകാം എന്നുള്ള നമ്മുടെ സംശയങ്ങളും എല്ലാം നമുക്ക് ഷെയർ ചെയ്യാനുണ്ട് ഇനി. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇത് കണ്ടിന്യൂ ചെയ്യണം. ഇപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥനയോടെ വൈൻഡപ്പ് ചെയ്യാം. ഷോൺ, നമുക്കൊരു ചെറിയ പ്രാർത്ഥന. കർത്താവായ ഈശോയെ, ഈ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്ത എല്ലാ വിഷയങ്ങളെയും പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഈശോയെ, ഞങ്ങൾ ഈ ഒരു സമയം ചർച്ച ചെയ്തു ഹോമോസെക്ഷുവാലിറ്റിയും സെയിം സെക്സ് മാരേജും പോലുള്ള തിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ഒരുപാട് യുവജനങ്ങളും ഒരുപാട് കുഞ്ഞുങ്ങളും ഇതുപോലുള്ള തിന്മകളിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ ശരീരം അങ്ങയുടെ ആലയമാണെന്ന്, അത് അങ്ങയുടെ ദാനമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ ഒരു വിവേകം, ആ ഒരു വിജ്ഞാനം എല്ലാ യുവജനങ്ങൾക്കും എല്ലാ കുട്ടികൾക്കും പകർന്നു നൽകണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കണമേ. അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഒരു പ്രാർത്ഥനയോടെയാണ് ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. നമ്മളിന്ന് ഹോമോസെക്ഷുവാലിറ്റി ഉണ്ടാവാൻ കാരണമാകുന്ന കുറച്ചെങ്കിലും എക്സാമ്പിൾസ് കണ്ടു. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ പെട്ടുപോയ, ഇങ്ങനെയുള്ള അവസ്ഥകളിലായിപ്പോയ ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ ദൈവമേ തിരുരക്തം കൊണ്ട് കഴുകി വിശദീകരിക്കണേ, പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. നിങ്ങളുടെ സംശയങ്ങളെ ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കണ്ട. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് info@tobforlife.org.